റോക്കി ബൈ KGFിൽ നടത്തുന്ന ഇല്ലീഗൽ ഗോൾഡ് മൈനിങ്ങിന് ടാക്സ് അടയ്ക്കണം. വെൽക്കം ടു ദ ഡേ 3 ഇൻ ദ സീരീസ് ഓഫ് 100 ഡേയ്സ് ഓഫ് ടാക്സ് പ്ലാനിങ്. നമുക്കിതൊരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ വെച്ച് തന്നെ മനസ്സിലാക്കാം. റോക്കി ബൈ KGFിൽ നിന്ന് 5000 കോടി വില വരുന്ന സ്വർണം കുഴിച്ചെടുത്തു. എന്നിട്ട് ആ ഗോൾഡ് പുറത്ത് വിറ്റു. ഇവിടെ എല്ലാവർക്കും വരുന്നൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോക്കി ബൈ ചെയ്യുന്ന ഒരു ഇല്ലീഗൽ ബിസിനസ് അല്ലേ, അതുകൊണ്ട് തന്നെ റോക്കി ബൈ ഇൻകം ടാക്സ് ഒക്കെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. പറഞ്ഞു തരാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻകം ടാക്സ് ആക്ടിൽ ടാക്സ് ലെവി ചെയ്യുന്നത് ഇൻകത്തിന് മേലെയാണ്. അതിന്റെ സോഴ്സ് ലീഗൽ ആണെങ്കിലും ഇല്ലീഗൽ ആണെങ്കിലും. സോ ഇവിടെ ഇല്ലീഗൽ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ എമൗണ്ടിനും റോക്കി ബൈ ഇൻകം ടാക്സ് അടയ്ക്കണം. സപ്പോസ് ഗോൾഡ് വിറ്റത് 5000 കോടി രൂപയ്ക്കാണെന്ന് വിചാരിക്കുക. ഈ ഗോൾഡ് മൈൻ ചെയ്യാൻ വേണ്ടി റോക്കി ബൈക്ക് മെഷീനറി മേടിക്കണം, ലേബർ ചാർജസ് കൊടുക്കണം, പിന്നെ ഗോൾഡ് കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജസും കൊടുക്കണം. ഇതെല്ലാം കൂടെ അറൗണ്ട് ഒരു 700 കോടി രൂപയാണെന്ന് വിചാരിക്കുക. ഇവിടെ ഇല്ലീഗൽ ബിസിനസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും റോക്കി ബൈക്ക് ഈ എക്സ്പെൻസ് ഒക്കെ ഡിഡക്ട് ചെയ്ത് നെറ്റ് ഇൻകത്തിന് മേലെ മാത്രം ടാക്സ് അടച്ചാൽ മതിയാവും. അതായത് 4300 കോടി രൂപയാവും റോക്കി ബൈയുടെ ഗോൾഡ് മൈനിങ്ങിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇല്ലീഗൽ ആയിട്ടുള്ള എക്സ്പെൻസസിന് റോക്കി ബൈക്ക് ഡിഡക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. അതായത് കൈക്കൂലി കൊടുക്കുക, ഗുണ്ടകൾക്ക് ക്യാഷ് കൊടുക്കുക, ഇതൊക്കെ. ഇനി നമുക്ക് റോക്കി ബൈക്ക് 4300 കോടി രൂപയ്ക്ക് എത്ര രൂപ ടാക്സ് അടക്കണം നോക്കിയാലോ. റോക്കി ബൈ ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ടാക്സ് റേറ്റ് ഇൻക്ലൂഡിംഗ് സർചാർജ് എന്ന് പറയുന്നത് 39% ആണ്. സോ ഇവിടെ റോക്കി ബൈ ഏകദേശം 1677 കോടി രൂപയാവും ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗവൺമെന്റ് റോക്കി ബൈയുടെ നിന്നും ടാക്സ് മേടിക്കുന്നു എന്നുള്ള റീസൺ കൊണ്ട് ബിസിനസ് ലീഗൽ ആവണമെന്നില്ല. ബിസിനസ് ഇല്ലീഗൽ തന്നെ ആയിരിക്കും. ക്രിമിനൽ ലയബിലിറ്റി ഇവിടെ റൈസ് ആവും. റോക്കി ചേട്ടനെ പോലീസ് പൊക്കിക്കൊണ്ടുപോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി ഇങ്ങനെ ഇൻകം ഡിസ്ക്ലോസ് ചെയ്താൽ ജയിലിലാവുമെന്ന് കരുതി റോക്കി ബൈ ഈ ഗോൾഡ് മൈനിങ് ചെയ്ത് കിട്ടിയ ഇൻകം ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിലോ? അപ്പൊ എന്തൊക്കെ ടാക്സ് ആൻഡ് ലീഗൽ കോൺസിക്വൻസസ് ആയിരിക്കും റോക്കി ബൈ ഫേസ് ചെയ്യേണ്ടി വരിക? സ്റ്റേ ട്യൂൺ ഫോർ ദ 4th day in the series of 100 days of tax planning.